ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഈ വലിയൊരു കുട്ടികൾക്കൊക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റിയൊരു വർക്കാട്ടോ. ഇപ്പോൾ സ്കൂൾ പൂട്ടല്ലേ, കുട്ടികളൊക്കെ പേരിൽ വെറുതെ തല്ലുപിടി നടക്കല്ലേ. അപ്പോൾ ആ ടൈമിലൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു വർക്കാട്ടോ. നമുക്ക് പേരിലെ ഡെക്കറേഷൻ അങ്ങനെ ഒരു ഷോപ്പ് വേണ്ടിയിട്ട് വെക്കാനും പറ്റിയൊരു സംഭവം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനാദ്യമായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുക്കട്ടോ. എൻ്റെ അടുത്ത് കുട്ടീൻ്റെ റൗണ്ട് ഷേപ്പിലായിരുന്നു. അപ്പോൾ ഇവനെ അങ്ങനെ കളർ ചെയ്ത് കൊടുക്കട്ടോ. ഓറഞ്ച് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇപ്പോൾ ഈ ഷേപ്പ് ഇല്ലാന്ന് കരുതിയിട്ട് നിങ്ങളും ടെൻഷൻ അടിച്ചൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ ഈ ഇതുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ പരന്ന ഷേപ്പുള്ള സംഭവം എടുക്കാം. ഇപ്പോൾ പരന്ന ഷേപ്പ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് എടുക്കട്ടോ. ചതുരത്തിലോ റൗണ്ടിലോ ത്രികോണത്തിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ വൃത്തി എന്താ വെച്ചാൽ ഒന്നും കൂടി രസം റൗണ്ട് ഷേപ്പ് ആവും കേട്ടോ. ടൈമൊക്കെ കളർ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഐസിൻ്റെ കയ്യിലുണ്ടാവുമല്ലോ ആ സ്റ്റിക്കും അതേമാതിരി ഞാൻ ഒരു റൂള് നീക്കും കേട്ടോ. അപ്പോൾ ആ റൂളിൽ ഇങ്ങനെ എല്ലാ കയ്യിലും ഇതേമാതിരി കറുത്ത ഫാബ്രിക്കിൻ്റെ കളർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരു സൈഡ് മാത്രമേ ഇപ്പോൾ കളർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മറ്റേ സൈഡ് പിന്നെ ബാക്കിലായിട്ട് പോകുമ്പോൾ പിന്നെ കാണൂലല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ലോടത്ത് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കട്ടെ. നല്ല കട്ടിയിൽ കളർ ചെയ്ത് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഫസ്റ്റത്തെ കോട്ട് വലിയ കട്ടിയില്ലാതെ ചെയ്തിട്ട് പിന്നെ രണ്ടാമത്തെ എന്തായാലും ഒന്നുകൂടി മത്സ്യത്തിൻ്റെ എന്നുള്ളൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ അത്യാവശ്യം കട്ടിയിലൊക്കെ നല്ല കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലും പിന്നെ ഇങ്ങനെ ഒരു ഭാഗത്തും ഇങ്ങനെ പെയിൻറ്റ് കൊടുക്കുന്നുള്ളൂ. രണ്ട് സൈഡിലും കളർ കൊടുക്കുന്നില്ല. അങ്ങനെ അതൊക്കെ കളർ എടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ അതൊക്കെ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതേമാതിരി ഇങ്ങനെ ആ സ്റ്റിക്കാൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കട്ടോ. ഇത് ഒട്ടിച്ചുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പശയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റേ പശമൊന്നും ഇത് ഒട്ടും തോന്നുന്നില്ല. പ്ലാസ്റ്റിക്കിൻ്റെ പശാകുമ്പോൾ നമ്മൾ സൂട്ടുകളുടെ മാതിരി വേഗം ഒട്ടും. പിന്നെ ഇത് കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അമ്മമാരോ അല്ലെങ്കിൽ താത്താരോ കാക്കാരോ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിച്ചിട്ട് വലിയ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചാൽ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഞാൻ ഒട്ടിച്ചുമ്പോൾ തന്നെ എൻ്റെ കൈ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പശ നമ്മൾ സൂപ്പറുകൾ മാതിരിയുള്ള നല്ല ഡേഞ്ചർ ആയിട്ടുള്ള പശ കേട്ടോ. ഇതിന് 60-65 അങ്ങനെ എന്തോന്നോ വരുന്നത് കേട്ടോ. ആദ്യം 50 രൂപ കിട്ടിയത്. അപ്പോൾ ഇതിനൊക്കെ പൈസ കൂടിയിരുന്നു. എന്തായാലും പശ നല്ല അടിപൊളി പശ കേട്ടോ. പറഞ്ഞൊരു ഇങ്ങനെ പിന്നെ കുഞ്ഞടി പോകുന്നുള്ളൊരു പേടിയൊന്നും ഇല്ല. നമുക്ക് ചെരുപ്പ് ഒട്ടിച്ചാലും എന്ത് സാധനം ആണെങ്കിൽ ഈ പശയിട്ട് ഒട്ടിച്ചാൽ. ഞാൻ ഈ പശേൻ്റെ അടുത്ത് എന്താ വെച്ചാൽ നമ്മൾ ചുമരുമ്പോൾ തൂക്കി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞടി പോകുമ്പോൾ ഒരു ഇതല്ലേ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു പശ ആയാലും പിന്നെ നല്ല ഉറപ്പിൽ അവിടെ നിന്നോളൂ. പിന്നെ ഇതിങ്ങനെ പരസ്പരം ഒട്ടിച്ചതിൻ്റെ മുന്നേ ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കണം. എന്നിട്ട് ഇങ്ങനെ പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. പശ ഒട്ടിച്ചെടുത്ത് പിന്നെ കൈ വെച്ചുകൊണ്ട് നിൽക്കരുത്. കാരണം വേഗം ഒട്ടിപ്പിടിച്ചു. ഒന്ന് ഉണങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ ജോയിൻ്റുകളൊക്കെ പിന്നെ ഒന്ന് പശ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നല്ല ഒട്ടിപ്പിടിച്ചാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പശ ഇങ്ങനെ തേച്ചെടുക്കുന്ന ടൈമിൽ അടിയിൽ ഇതേമാതിരി ഒട്ടിപ്പിടിച്ചാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കട്ടെ. മറ്റേ നമ്മളിങ്ങനെ അത് അത്രയും ചെയ്തിട്ട് പിന്നെ അത് പൊന്തിച്ചുമ്പോൾ ആണെങ്കിൽ നിലത്തൊക്കെ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനും. ഇത്രയും പശ ഒട്ടിച്ചുകൊണ്ട് ചെയ്താൽ മതി. നമ്മൾ തോനെ ഒട്ടിച്ചുമ്പോൾ ഈ നിലത്തൊട്ട് നമ്മൾ കൈമ ഒട്ടിപ്പിടിച്ചിട്ടാ. പിന്നെ അതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ ഫാബ്രിക്കിൻ്റെ കളർ ഒരു കോട്ടും കൂടി അടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കളറും തോന്നിച്ചും വൃത്തിയും കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ അതും ഉണങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ നടുക്കത്തെ റൗണ്ട് ഉണ്ടല്ലോ അത് പിന്നെ ഞാൻ ഓറഞ്ച് കളറായിട്ട് ഒന്നുകൂടി കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു നിറം കിട്ടാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലും മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് സംഭവം റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ നടക്കുകയാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യിച്ചോളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.